അപ്പം നമുക്ക് വേണ്ടേ പെക്സോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കുറച്ച് ഫ്രോഗുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം. ഓണം നമ്മുടെ പെക്സോൻ്റെ ഫ്രോഗിലടിച്ച ആദ്യത്തെ മീനാണ് കേട്ടോ. അയ്യോ അയ്യോ പോയടോ. ഇപ്പോഴാണോ ഓണായി? അപ്പം അടിച്ച കിട്ടിയില്ലേ? പക്ഷേ ഞാനത് അടിച്ച കിട്ടിയെന്നും പറഞ്ഞു. രണ്ടാമത്തെ വരാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ വരാൻ ഒരെണ്ണം അടിച്ചു പോയി. ആഹാ നമ്മുടെ രണ്ടാമത്തെ വരാൽ. നമ്മുടെ ഫ്രോഗയിലടിച്ച അടുത്ത വരാൽ ഇന്ന് ചാകരയാണ് നമുക്ക്. ഇപ്പം കുറച്ചായി. ലാസ്റ്റ് നമ്മളെല്ലാ മീനും കാണിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ മെയിൻ ഫ്രോഗ് കേട്ടോ. ഇന്നത്തെ മെയിൻ ഐറ്റം ഇവനാ. വെയിലത്തിടായിരുന്നാൽ മതി. അയ്യോ ഒരടി മിസ്സായി. അടി അടി അടി. അടുത്ത മീൻ അടുത്ത മീൻ. നെക്സ്റ്റ്. അടുത്ത മീൻ അടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത് ആശം വാരുക. ഇച്ചിരി സൈസുള്ള വരാൻ. നെക്സ്റ്റ്. ഇച്ചിരി സൈസുള്ള വരാലത്. പോയി 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 കളയല്ലേ. പോത്തില്ല പോത്തില്ല. ഫ്രൈഡേയില് സെറ്റായിട്ട് നമ്മുടെ ഫ്രോഗിലടിച്ച അടുത്ത വരാൽ. ഇപ്പോൾ ഫ്രോഗ് കണ്ടില്ല എന്ന് പറയണ്ട. പെക്സോയുടെ ഫ്രോഗാണ്. പെക്സോ എന്ന് പറയുന്ന പുതിയൊരു ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫ്രോഗാണ്. ഇതിൻ്റെ ഈ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഇപ്പോൾ ഇറക്കിയേക്കുന്ന എല്ലാ ഫ്രോഗും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ റിസൾട്ട് ചെയ്യേണ്ട നിലവിൽ ഇത്ര സമയം കൊണ്ട് നമ്മൾ പെക്സോയുടെ ഫ്രോഗെ പിടിച്ച വരാലുകളായത്.
അപ്പോൾ അതെ നമ്മുടെ പെക്സോഡ് ഫ്രോഗ് ഇന്ന് അടിച്ച വരാലുകളാണ് കേട്ടോ. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതെ കേട്ടോ, കേട്ടോ ഈ ഫ്രോഗുകൾ യൂസ് ചെയ്താണ് നമുക്ക് ഈ കണ്ട വരാലിനെ എല്ലാം പിടിച്ചത്. ഒരു ചെറിയൊരു ചേർമീൻ്റെ കുഞ്ഞും ഉണ്ടായിരുന്നു. ബാക്കി ഫുള്ള് വരാലുകളാണ് നമുക്ക് ഈ ഫ്രോഗിൽ അടിച്ചത്.